ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരങ്ങളിൽ സ്തോത്രം ചെയ്യാണ്. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിക്കാം. അതിനായിട്ട് 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിക്കാം. 2 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ളതായ വാക്യങ്ങൾ മതി. ഇവിടെ അവസാനം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദുഷ്കാമ പ്രവൃത്തിയാലെ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. അതിന് മുൻപുള്ളതായ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ സോദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂല നാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെക്കുകയും, അപ്പോൾ ഒരു ദൃഷ്ടാന്തം പോലെ ലോത്തിന്റെ ചരിത്രം ഇവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ അവസാനം എഴുതി അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. നമ്മൾ ജയിച്ചവരുടെ ഒത്തിരി ചരിത്രങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ജയിച്ച അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കേൾക്കുമ്പോൾ വലിയ ആവേശം നമുക്ക് ലഭിക്കും. ജയിച്ച ഇസഹാക്ക്, ജയിച്ച യാക്കോബ്, ജയിച്ച അപ്പോസ്തലനായ പൗലോസ്, അങ്ങനെ ജയിച്ചതായ ഒത്തിരി പേരുടെ പേരുകളെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ തന്നെ തോറ്റുപോയതായ അനേകരുടെ പേരുകളെ ദൈവവചനത്തില് നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ തോറ്റവരിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാം, ജയിച്ചവരിൽ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാം. അതുകൊണ്ടാണ് ദൃഷ്ടാന്തമായി തോറ്റവരുടെ ചരിത്രവും ജയിച്ചവരുടെ ചരിത്രവും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് പോൽക്കാലം ഈ ലോത്തിന്റെ ജീവിതത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യുവർ ബെസ്റ്റ് ടീച്ചർ ഈസ് യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക്. അത് ഈ ഇംഗ്ലീഷുള്ളതായ ഒരു പഴഞ്ചൊല്ലാണ്. യുവർ ബെസ്റ്റ് ടീച്ചർ ഈസ് യുവർ ലാസ്റ്റ് മിസ്റ്റേക്ക്. അത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ അബദ്ധം ഇന്നത്തെ ഗുരു, അല്ലെങ്കിൽ ഇന്നലത്തെ അബദ്ധം ഇന്നത്തെ ടീച്ചർ, അല്ലെങ്കിൽ അധ്യാപകൻ. അപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങള് തോൽവികളൊക്കെ ഉണ്ടാകാം. എന്നാൽ നമ്മൾ എന്നും തോറ്റ് പരാജയപ്പെട്ട് ജീവിക്കുവാനല്ല കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ലോത്തിന് പരാജയം ഉണ്ടായിരുന്നു, അതുപോലെ നമ്മളെ പലരും പരാജയപ്പെട്ടു. കായീൻ പരാജയപ്പെട്ടു, ഹല്ലേലൂയ. ഇസ്കറിയാത്ത യൂദ പരാജയപ്പെട്ടു. വേദപുസ്തകത്തിലെ 1-ാമത്തെ ഇസ്രായേലിലെ രാജാവായ ശൗല് പരാജയപ്പെട്ടവരുടെ വലിയ നീണ്ട ഒരു നിര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അവരെയൊക്കെ ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ എനിക്കും നിനക്കും ചില നല്ല പാഠങ്ങൾ പഠിക്കുവാനായിട്ട് സാധിക്കും. സപ്പോസ് ഞാൻ ഇന്നലെ ചർച്ചിലേക്ക് കടന്നു വന്നു, ഇവിടെ ഒരു കല്ല് കടന്നു, ഞാൻ തട്ടി ഞാനൊന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോ ഞാനോ പറയും, എടാ വല്ലാത്തൊരു മിസ്റ്റേക്ക് ആണല്ലോ. ഒരു മിസ്റ്റേക്ക് നമുക്ക് വേണേൽ അതിനെ വിളിക്കാം. കാര്യമേ ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, ഒരു മിസ്റ്റേക്ക് എന്ന് പറയാം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ എന്തുവാണ്, ആ കല്ലിൽ തന്നെ എന്തുവാണ് തട്ടി ഞാൻ വീഴുകയാണെങ്കിൽ ഞാനതിനെ മിസ്റ്റേക്ക് എന്ന് പറയില്ല. എന്ത് പറയും? ഞാൻ പറയും മണ്ടത്തരം, അല്ലെങ്കിൽ ഫൂളിഷ്നെസ് എന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ പാപത്തിന്റെ കല്ലില് എത്രയോ പ്രാവശ്യം ഞാനും നീ തട്ടിയിരിക്കുന്നു. പരാജയങ്ങള് നമ്മുടെ ജീവിതത്തില് എത്രയോ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ പരാജയപ്പെട്ടിട്ടും പാപത്തിന്റെ ആ കല്ലില് അനേക പ്രാവശ്യം തട്ടിയിട്ട് വന്നതാണ് നമുക്കൊരു വേദനയോ ഒരു നൊമ്പരമില്ലാതെ ജീവിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളിലെ മാറ്റം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഇവിടെ തോറ്റുപോയ ലോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ ലോത്തിന്റെ ചരിത്രം പഠിക്കണമെങ്കിൽ 3 അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ ആരംഭത്തില് അബ്രഹാമും സാറയും ലോത്തും കൊള്ളതായ ഒന്നിച്ചുള്ള യാത്രയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോത്തിനെ കുറിച്ച് വളരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 19-ാം അധ്യായം വായിക്കുമ്പോൾ എന്തുവാണ്, വളരെ പരിതാപകരമായി, വളരെ ശോചനീയമായി ഹല്ലേലൂയ പരാജയപ്പെട്ട ഹല്ലേലൂയ ഒരു ലോത്തിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം എടുക്കാം. 12-ാം അധ്യായത്തിന്റെ 13-ാം അധ്യായം
എടുക്കാം. 13-ാം അധ്യായത്തിന്റെ ഒരു വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ 12-ാം വാക്യം വായിക്കാം. യെസ്. അബ്രാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. അവിടെ പറയാണ് അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു, ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. എന്നിട്ട് പറയാണ് സോദം വരെ കൂടാരം നീക്കി അടിച്ചു. എന്നിട്ട് പറയാണ് സോദം നിവാസികള് ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ പാപികളും ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സ്ഥലത്തെ കുറിച്ച് വായിക്കുവാൻ സാധിക്കുന്നു. ഒന്നെന്താണ് കനാന്, ദൈവം ഹല്ലേലൂയ അബ്രഹാമിന് വേണ്ടി കണ്ടതായ സ്ഥലം. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിന് എന്താണ് കനാനിനെ കുറിച്ച് ആ കനാൻ ദേശത്തെ കുറിച്ച് ഒരു വലിയ വെളിപ്പാട്, ഒരു റെവലേഷൻ എന്താണ് അബ്രഹാമിന് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കനാൻ ദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് പാപം കൊടികൊണ്ട് വാഴുന്നതായ മറ്റൊരു സ്ഥലമാണ് സോദം. രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു, രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുന്നു. ഒരു അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് വിശ്വാസത്താൽ നടന്നതായ വ്യക്തിയാണ്, വിജയിച്ച ഒരു മനുഷ്യനാണ്, വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെട്ടതായ മനുഷ്യനാണ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഒത്തിരി പ്രാപിച്ച മനുഷ്യനാണ്, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ഒത്തിരി കണ്ടിട്ടുള്ളതായ മനുഷ്യനാണ്. ഒരളവിൽ പറഞ്ഞാൽ എന്താണ് ദൈവത്തിന്റെ കൃപ ഒത്തിരി അനുഭവിച്ചതായ ഒരു നല്ല മനുഷ്യനായിരുന്നു അബ്രഹാം. എന്നാൽ ലോത്തിനെ കുറിച്ച് മറു സൈഡിൽ നമ്മൾ പഠിക്കുമ്പോഴെന്താണ് അവന് വിശ്വാസത്താൽ അല്ല നടന്നത്, കാഴ്ചയാല് നടക്കുന്നതായ ഒരു ലോത്തിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരാജയപ്പെട്ടതായ ഒരു ലോത്ത്, അല്ലെങ്കിൽ ദുരന്തങ്ങളുടെ ദുരന്തങ്ങളെ അനുഭവിച്ചതായ ഒരു മനുഷ്യൻ ആയിട്ട് നമുക്ക് ലോത്തിനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരെ രണ്ട് വ്യക്തികളെ രണ്ട് സ്ഥലം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ നമ്മൾ ഈ അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ 12-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം, അവിടെ ഒരു വലിയ വിളി അബ്രഹാമിന് ലഭിക്കുന്നു. അബ്രഹാമിനുള്ളതായ വിളി എന്തുവാണ്? ഹല്ലേലൂയ, നിന്റെ ദേശത്തെയും, അതിന്റെ 1-ാം വാക്യം, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പൃഥുഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. അപ്പോൾ 2-3 പ്രത്യേക കാര്യങ്ങൾ അവിടെ അബ്രഹാമിനോട് പറയുന്നുണ്ട്. ഒന്ന്, നിന്റെ ദേശം വിടണം. രണ്ടാമത്, നിന്റെ ചാർച്ചക്കാരെ വിടണം. മൂന്നാമത്, നിന്റെ പൃഥുഭവനത്തെ വിടണം. ഈ 2-3 കണ്ടീഷൻസ് കർത്താവ് പറയുന്നു. എന്നാൽ ഈ അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ 12:4 വരുമ്പോൾ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് പറഞ്ഞ ഹല്ലേലൂയ ദൈവം സംസാരിക്കുന്നത് നിന്റെ ദേശത്തെ വിടണം, നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ പൃഥുഭവനത്തെ വിടണം. അപ്പോൾ എന്ത് ദൈവം കൽപ്പിച്ചോ അതുപോലെ എന്തുവാണ് അനുസരിക്കുന്നത്, അതുപോലെ ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തായ അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ലോത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഹാരാന്റെ മകനായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ജ്യേഷ്ഠന്റെ മകനായിരുന്നു. ഈ ഹാരാന് നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇമാജിനേഷനിൽ ചിന്തിച്ചത് ഒരു കാര്യമാണ്, ഈ 75 വയസ്സുള്ളതായ അബ്രഹാമിനെ എന്തുവാണ് പെട്ടെന്ന് ദൈവം വിളിക്കുകയാണ്. കുഴമ്പൊക്കെ പുരട്ടി എന്തുവാണ് 75 വയസ്സുണ്ട്, വീട്ടിൽ എന്തുവാണ് കുത്തിയിരിക്കേണ്ടതായ മനുഷ്യൻ എന്തുവാണ് ഇപ്പം ഭയങ്കര ഒരു വിളി വരികയാണ്. ഹല്ലേലൂയ, ആ വിളി എന്തുവാണ്? ഹല്ലേലൂയ, നീ നിന്റെ പൃഥുഭവനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, നിന്റെ ദേശവും വിടണം, ഇവിടെ പാർക്കാനൊക്കത്തില്ല, നീ പൊക്കോണമെന്നാ പറയുന്നത്. അപ്പോൾ ഈ വിളി കേട്ട് ഇറങ്ങിയപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, സഹോദരൻ ഹാരാന്റെ മകന് ഒരു 10-12 വയസ്സുണ്ട്, അവൻ ഓടിയൊക്കെ നടക്കുകയാണ്. ഹല്ലേലൂയ, അപ്പാപ്പൻ. ഞങ്ങളുടെ നാട്ടിലെ ഈ അപ്പൻ്റെ അനിയൻ വിളിക്കുന്ന പേര് ഉപ്പാപ്പൻ എന്നാണ്, എനിക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ എന്തോ വിളിക്കുന്നത്. അപ്പോൾ അപ്പാപ്പൻ നോക്കിയപ്പോൾ എന്തുവാണ്? ഹല്ലേലൂയ, അവിടെ പോയി ഇതെടുക്കുന്നു, ഇവിടെ പോയി ഇതെടുക്കുന്നു, എന്തുവാണ് ഒരു തോല് സഞ്ചിയിൽ എന്തുവാണ് ചില കാര്യങ്ങളൊക്കെ അപ്പാപ്പൻ ഇടുകയാണ്. അപ്പോൾ എവിടെയോ അപ്പാപ്പൻ പോകുവാൻ ഒരുങ്ങുന്നതായിട്ട് എന്തുവാണ് ഈ ലോത്തിന് തോന്നിക്കാണും. അപ്പോൾ ഹല്ലേലൂയ, അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചു ചെറുക്കൻ ഇപ്പോൾ ഈ അപ്പാപ്പന്റെ മുഖത്തേക്ക് നോക്കുകയാണ്, അപ്പാപ്പ എവിടെയാണ് പോകുന്നത്? അപ്പോൾ അപ്പാപ്പൻ എന്തുവാണ് 4 കണ്ണുകൾ ഇങ്ങനെ എന്തുവാണ് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചന് ഇതൊക്കെ ചോദിച്ചപ്പോൾ അബ്രഹാം പറയാണ്, ഞാൻ പുറപ്പെടുകയാണ് സാറയുമായിട്ട്, നിനക്ക് കൂടെ വരണമെങ്കിൽ നിനക്കും വരാം മോനെ എന്ന് പറഞ്ഞ് അങ്ങനെ എന്തുവാണ് കൈക്ക് പിടിച്ച് ഈ കൊച്ചിനെ കൊണ്ട് പോകുന്നതായ ഹല്ലേലൂയ ഒരു അബ്രഹാമിനെയാണ്
യാത്രയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ യാത്രയിൽ എന്തുവാണ് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഒത്തിരി എന്തുവാണ് ഈ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. ഒത്തിരി സ്വർണം, വെള്ളി, ആടുമാടുകൾ, ഇതെല്ലാം എന്തുവാണ് വലിയ സമ്പന്നത കർത്താവ് അബ്രഹാമിന് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ലോത്തിനും എന്തുവാണ് സമ്പന്നനായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വലിയ സമ്പത്തൊക്കെ ഉണ്ടാകുന്നു. 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അത് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാം. അവിടെ അതിന്റെ 13-ന്റെ 2-ാം വാക്യം വായിച്ചാട്ടെ. കന്നുകാലി, വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായി. അവിടെ എഴുതിയിരിക്കുക, അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് കന്നുകാലി, പിന്നെന്തുവാണ് വെള്ളി, പൊന്ന്, ഈ വകയിൽ അബ്രഹാം എന്തുവാണ് ബഹുസമ്പന്നൻ. അപ്പോൾ ധാരാളം എന്തുവാണ് സമ്പത്ത് തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ 4-ാം വാക്യം വായിക്കാം. 4 6-ാം വാക്യം വായിക്കാം. യെസ്. മാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ. ഇവിടെ പറയാണ് സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർക്കുവാന് കഴിഞ്ഞില്ല. അപ്പോൾ സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നിച്ചങ്ങോട്ട് പോകുവാനായിട്ട് സാധിക്കാത്തതായ ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു. ഇവിടെ എന്തുവാണ് ഹല്ലേലൂയ ചോരുന്നതായ വീടല്ല ഇവരുടെ പ്രശ്നം, അല്ലെങ്കിൽ ഹല്ലേലൂയ അടുത്ത ഒരു നേരത്തെ ആഹാരം എവിടുന്ന് കടന്നു വരുന്നതല്ല ഇവരുടെ വിഷയം, അല്ലെങ്കിൽ എന്തെങ്കിലും കടഭാരമല്ല ഇവരുടെ വിഷയം. ഇവരുടെ വിഷയം എന്തുവാണ്? സമ്പത്ത് വർദ്ധിച്ചപ്പോഴാണ് ഇപ്പോഴേ ഇവർക്ക് ഒന്നിച്ച് പാർക്കുവാൻ കഴിയാതെ വരുന്നതായ ഒരവസ്ഥയിലേക്ക് എന്തുവാണ് അപ്പോൾ അപ്പാപ്പനും മോനും കടന്നു വരികയാണ്. എന്നാല് 7 വായിച്ചാട്ടെ. 7 വായിച്ചാട്ടെ. അബ്രാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരീസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരന്മാരല്ലോ. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന്. ഇവിടെ സംഭവിക്കുന്ന സമ്പത്ത് വർദ്ധിച്ചു. അപ്പോഴേ ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും എന്തുവാണ് വഴക്ക്. ഇവിടെ അടി വെക്കുക എന്നുള്ളതായ നിലവാരത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയാണ്, എൻ്റെ കുഞ്ഞെ മോനെ, നീ വലത്തോട്ടെന്തെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. നീ ഇനിയും ഇടത്തോട്ടാ പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. എനിക്ക് വഴക്ക് വേണ്ട. ഹല്ലേലൂയ. നമുക്ക് വഴക്ക് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പിരിവാന് ആഗ്രഹിക്കുന്നതായ ഒരു ഭക്തനായ അബ്രഹാമിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു ഓപ്ഷൻ എന്തുവാണ് ഇപ്പോഴേ ലോത്തിന് അപ്പാപ്പൻ തന്നെ കൊടുക്കുകയാണ്. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. അങ്ങനെ ഒരു ഓപ്ഷൻ ലഭിച്ചപ്പോൾ ഇപ്പോൾ ലോത്ത് എന്തുവാണ് ചെയ്തതിന്റെ 10-ാം വാക്യം, അപ്പോൾ ലോത്ത് നോക്കി യോർദാന് അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളത് എന്ന് കണ്ട് യഹോവ സോദോമിനെയും ഗോമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെ സോവാർ വരെ മിസ്രൈം പോലെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് 10-ാം വാക്യത്തിലെ, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെ. അപ്പോൾ ഈ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം പുള്ളി തലപൊക്കിയെന്തോ നോക്കിയാണ് എങ്ങോട്ട് പോകണമെന്നുള്ളതായ ചിന്തയാണ്. ഒരിക്കൽ ഒരു പരിധിവരെ ഈ ലോത്ത് ചിന്തിച്ച് കാണും, എടാ ഇപ്പോഴേ അപ്പാപ്പന് 10-90 വയസ്സൊക്കെയായി, കിളവനെ ഹല്ലേലൂയ അദ്ദേഹത്തിന് വലിയ സമയമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ഒരു ജീവിതമുണ്ട്, എനിക്കൊന്ന് ജീവിച്ച് കാണിക്കണം, ഞാൻ ആരാണെന്നതുമാണ് ഒന്ന് തെളിയിച്ച് കൊടുക്കണം, ഞാൻ ചെറുപ്പമാണ്, അതുകൊണ്ട് എനിക്കൊന്ന് ജീവിച്ച് നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ഭാഷയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീസയൊക്കെ അടഞ്ഞു എന്ന് വേണം പറയാം അബ്രഹാമിനെ കുറിച്ച്. ഇപ്പോഴേ ലോത്ത് പറയാണ്, എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊന്ന് ജീവിക്കണം, എനിക്ക് ഹല്ലേലൂയ ഇച്ചിരി പല്ലും ഇച്ചിരി പുല്ലും അതുപോലെ വെള്ളവും അതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വല്ലതുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതായ ഒരു വലിയ സ്വപ്നം എന്തുമാണ് യവനിലേക്ക് കടന്നു വരും നമുക്ക് കാണാൻ സാധിക്കും. ആ സ്വപ്നം അങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്തുവാണ്, അവന് ഇന്ന് വരെ ബിൽഡ് ചെയ്തതായ, ഇന്ന് വരെ കെട്ടി ഹല്ലേലൂയ ഉയർത്തിയതായ, ഇന്ന് വരെ ഹല്ലേലൂയ ഉണ്ടാക്കിയതായ ആ നല്ല ബന്ധത്തെ മുറിക്കുന്നതായ
ഒരു ലോത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ബന്ധം പ്രിയമുള്ളവരെ കെട്ടിപ്പടുക്കുവാനായിട്ട് സമയങ്ങളെടുക്കും, ആഴ്ചകളെടുക്കും, മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. ഒരു നല്ല ബന്ധത്തിൽ പോകണമെങ്കിൽ അതിനൊരു വില നമ്മൾ കൊടുക്കണം. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് എന്തുവാണ്, ഒരു വാക്കുകൊണ്ട് എന്തുവാണ്, നല്ല ബന്ധങ്ങളെ നമുക്ക് മുറിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു നല്ല ബന്ധം എന്തുവാണ് ചെറുപ്രായത്തിലെ അവൻ്റെ അപ്പാപ്പനുമായിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ്റെ അങ്കിളുമായിട്ടുള്ളതായ യാത്ര, അതിനുശേഷം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ ഹല്ലേലൂയ അബ്രഹാമിനും ലോത്തിനും ലഭിക്കുന്നതായ ഈ കാഴ്ചകളെല്ലാം എന്താണ് കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് വളർച്ച എന്തുവാണ് ഹല്ലേലൂയ പ്രാപിച്ച് ഹല്ലേലൂയ ഒരു പരിധിവരെ എന്തുവാണ് വളരെ സ്ട്രോങ് ആയ ഒരു യങ്മാനായി കഴിഞ്ഞപ്പോൾ ഇപ്പോഴെന്തുവാണ് അവന് ബന്ധം മുറിക്കുന്നത് നമുക്ക് കാണുവാനായി അപ്പോഴെ സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴെ അദ്ദേഹം എന്തുവാണ് നോക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന്. അപ്പോഴേ തല ഉയർത്തി നോക്കിയപ്പോൾ നീരോട്ടമുള്ളതായ സ്ഥലമൊക്കെ കാണും. നീരോട്ടമുള്ളതെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഹല്ലേലൂയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയാറുണ്ട്. കാര്യമേ ഈ പടവന്മാർ പറയുന്ന പല പഴഞ്ചൊല്ലിനും ഒത്തിരി അർത്ഥമുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോഴേ പൊന്ന് വേണമെങ്കിൽ പൂശി വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം മിന്നും നല്ലവണ്ണം തിളങ്ങും, എന്നാൽ അതിന് വലിയ വില കാണുകയില്ല. എന്നാൽ ഇതുപോലെയാണ്. അപ്പോഴേ ഇച്ചിരി നീറുറവയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇത് കന്നുകാലികളെയൊക്കെ വളർത്തുവാനായിട്ട് എന്തുവാണ് ഒരു ഡബിൾ സ്കീമൊക്കെ ചെയ്യാമെന്നുള്ളതായ ചിന്ത എന്തുവാണ് ഈ ലോത്തിന് വന്നു കാണും മനസ്സിൽ. അപ്പോൾ ചിന്തിക്കുകയാണ്, എനിക്ക് അവിടെ പോകണം, എൻ്റെ കന്നുകാലികളെല്ലാം വളർത്തണം, ഇതെല്ലാം അങ്ങ് ഡബിളാകും, ത്രിബിളാകും. അങ്ങനെ ഒരു വലിയ പാഷനോടുകൂടി എന്തുവാണ് ഇദ്ദേഹം പോകുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ നീരോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിന്നുന്നതെല്ലാം പൊന്ന് അല്ല എന്ന് പറയുന്നത് പോലെ എന്തുവാണ് ഇത് കണ്ടപ്പോഴെന്തുവാണ് ആശാൻ അങ്ങ് എടുത്ത് ചാടുകയാണ്. എന്നാൽ അങ്ങനെ ചാടിപ്പോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു. ഇപ്പോഴേ അവർ തമ്മിൽ പിരിഞ്ഞു. ഇപ്പോഴേ ലോത്ത് കിഴക്കോട്ട് യോർദാൻ അരികെയുള്ളതായ സ്ഥലങ്ങൾ, അവിടെ നല്ല പച്ചയുള്ളതായ പ്രദേശങ്ങളാണ്. നീരുറവ ഒത്തിരി ഉണ്ട് യോർദാൻ്റെ ആ സ്ഥലങ്ങളിലൊക്കെ. ആ പ്രദേശമൊക്കെ എന്തുവാണ് അദ്ദേഹം തിരഞ്ഞെടുത്തു. അങ്ങനെ അവിടെയൊക്കെ യാത്രയായി അങ്ങനെ തമ്മിൽ പിരിഞ്ഞു. എന്നാൽ 12-ാം വാക്യം വായിക്കുമ്പോൾ അബ്രഹാം കനാൻ ദേശത്ത് പാർത്ത് ലോത്ത് ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളിൽ പാർത്ത് സോദം വരെ കൂടാരം നീക്കി അടിച്ചു. സോദം നിവാസികളെ അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഹല്ലേലൂയ, എങ്ങനെയാണ് മഹാപാപികള്. എന്നാൽ നമ്മൾ താഴോട്ട് വായിച്ചിടുമ്പോൾ ഈ ലോത്ത് നോക്കി ലോത്ത് കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ വാസ്തവത്തിലെ അബ്രഹാം തെക്കോട്ടാണ് യാത്ര. അവിടെ വലിയ പച്ചയൊന്നുമില്ല, മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമായിട്ടൊക്കെ തോന്നും. എന്നാൽ പ്രിയമുള്ളവരെ അവിടെ ഹല്ലേലൂയ ഒന്നും കാണാതെ വിശ്വാസത്താൽ ഇറങ്ങി നേരത്തെ തിരിച്ചതായ അബ്രഹാമിന് അറിയാം, എൻ്റെ ദൈവം എന്നെ എവിടെ അയച്ചു കഴിഞ്ഞാലും അവിടെ ഒന്നുമില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് എല്ലാം തരുവാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ ലോത്ത് തിരഞ്ഞെടുത്തതിന് ശേഷം എന്തുവാണ് ഹല്ലേലൂയ അവര് വേണ്ടാത്തതായ ആ സ്ഥലം തെരഞ്ഞെടുത്ത് എന്തുവാണ് അവിടെയൊക്കെ യാത്ര ചെയ്യുന്നതായ അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജിൻ്റെ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയാണ്, ഇന്നലകളുടെ നന്മകളെ മറന്നതായ ഒരു മനുഷ്യനായിരുന്നു ഈ ലോത്ത്. പ്രിയമുള്ളവരെ, ഇന്നലകളിലെ നമ്മുടെ കർത്താവ് എത്രയോ നന്മകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇന്നലകളുടെ നന്മകളെ നമ്മൾ ഒരിക്കലും മറക്കല്ലേ. ഇന്നലകളുടെ നന്മകളെ അവൻ മറക്കാതിരുന്നുവെങ്കിൽ അവൻ്റെ അപ്പാപ്പനെ അവൻ വിടത്തില്ലായിരുന്നു, അവിടുന്ന് അവൻ പിരിയത്തില്ലായിരുന്നു. കാര്യം എന്തുവാണ്, അബ്രഹാം പോയിടത്തേക്ക് എന്തുവാണ് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു പോകുന്നതായ അവൻ്റെ അങ്കിളിനെ അവൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴേ അവൻ ആരാധനയില്ല, അവൻ അതല്ല നോക്കുന്ന കന്നുകാലികളെ എന്തുവാണ് വളർത്തണം. അതാണ് ആ കന്നുകാലികളെ വളർത്താൻ അനുയോജ്യമായ സ്ഥലം മാത്രം നോക്കുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി വളർത്താൻ ഒക്കുമോ എന്നുള്ളതായ കാര്യം ഒരിക്കലും ലോത്ത് ചിന്തിച്ചില്ല. പ്രിയമുള്ളവരെ, ലോത്തിന്റെ പരാജയം അവിടെയായിരുന്നു. നമ്മൾ പ്രിയമുള്ളവരെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെയാകുമെന്ന് ഞാനും നീ ചിന്തിക്കണം. നമ്മുടെ മക്കളെ എവിടെ ആകുമെന്ന് ഞാനും നീ ചിന്തിക്കണം. അവരുടെ ഭാവി എന്താകുമെന്ന് ഞാനും നീ ചിന്തിക്കണം. ഹല്ലേലൂയ. ഇവിടെ ലോത്ത് അതേ ചിന്തിക്കുന്നില്ല. അവനെ കന്നുകാലികളെ നോക്കണം, അതിനെ വളർത്തണം. ഹല്ലേലൂയ. കുറച്ചുകൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കണം. അവന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ അനുയോജ്യമായ സ്ഥലമോ എന്ന്
അവൻ ചിന്തിച്ചു പോലുമില്ല എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാപ്പോടെ ബന്ധം മുറിക്കുന്നതായ അല്ലെങ്കിൽ ഇന്നലകളെ മറക്കുന്നതായ ഒരു ലോത്തിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇന്നലകളെ മറക്കുന്നതായ ലോത്ത്. പലപ്പോഴും നമ്മൾ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പണ്ടൊക്കെ നാട്ടിലെ ജീവിച്ചിരുന്നായ ആളുകൾക്കൊക്കെ അറിയാം. എൻ്റെ വീട്ടിൽ 8 മക്കളുണ്ടായിരുന്നു. എന്താ 2-3 മുറിയുള്ളായിരുന്നു. ഈ 2-3 മുറിയിൽ എന്താണ് ഈ 8 പിള്ളേരും വല്യമ്മയും വല്യപ്പനും അപ്പനും അമ്മയൊക്കെ എന്താണ് താമസിച്ചു. അവനാണ് അങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലൊക്കെ കൊടിഞ്ഞിരിക്കുന്ന വല്യപ്പൻ അവിടെ ഇരിക്കുന്നു. ഇഞ്ഞപ്പുറത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചുമച്ചുകൊണ്ടിരിക്കുന്നതായ വല്യമ്മ അവിടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പനും അമ്മയും 8 മക്കളെ ഭയങ്കര ബന്ധമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് നോക്കിക്കേ, നമുക്ക് 6 റൂമിലുള്ളതായ വീടുണ്ട്, മക്കൾ 3 എണ്ണേ ഉള്ളൂ. എന്നാൽ ഹല്ലേലൂയ, ബന്ധമില്ലാതെ ബന്ധം മുറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകത്താണ് നമ്മളെ ജീവിക്കുന്നത്. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. നമ്മുടെ കണ്ണൊന്ന് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മളെ ദൈവം എന്താണ് ചെയ്തായ നന്മകളെ എൻ മനമേ ഹോയ് വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുതെന്നാണ് ദൈവത്തിന് പറയുന്നത്. 78-ാം സങ്കീർത്തനം അതിൻ്റെ 1 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവർ അവന്റെ പ്രവൃത്തികളെയും അവർക്ക് കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. ഇവിടെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയാണ്. അവർ അവന്റെ പ്രവൃത്തികളെയും, കർത്താവ് ഒത്തിരി പ്രവൃത്തികൾ എന്താണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ചെയ്തു. എന്നാൽ അവരെ കുറിച്ച് പറയാണ്, ഹല്ലേലൂയ, അവരെ കാണിച്ച അത്ഭുതങ്ങളെയും എന്താണ് അവരെ മറന്നു കളഞ്ഞു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും പറഞ്ഞത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളെ ഒന്നും മറക്കരുത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 9 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങളെ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ഹല്ലേലൂയ അവ നിന്റെ മനസ്സിൽ നിന്ന് പോകാതെയും. അവിടെ പറയാണ്, കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങളെ അതുപോലെ നീ മറക്കാതെ ഇരിക്കണം. നിന്റെ ആയുഷ്കാലം ഒരിക്കലും അവ നിന്റെ മനസ്സിൽ എന്താണ് വിട്ടുപോകരുതെന്നാണ് ഇവിടെ ദൈവം ഹല്ലേലൂയ ഇസ്രായേൽ മക്കളോട് പറയുന്നത്. ഹല്ലേലൂയ. പുതിയ ചിലതൊക്കെ കാണുമ്പോൾ എന്താണ് പഴയത് നമ്മൾ മറന്ന് പോകാറുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചിന്തിക്കുക, ഈ നോഹ പെട്ടകത്തിൽ നോഹൻ തൻ്റെ കുടുംബം കയറുന്നു. അവിടെ പല ആനിമൽസിനെ കയറ്റിട്ടുണ്ട്, അതുപോലെ പക്ഷികളുണ്ട്. എന്നാൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, അവിടെ വെള്ളമൊക്കെ ഒന്ന് താഴാൻ തുടങ്ങി എന്ന് നോഹയ്ക്ക് തോന്നിക്കഴിഞ്ഞപ്പോഴേ അറാറത്ത് പർവ്വതത്തിലേക്ക് ഇപ്പോഴേ അടുക്കുകയാണ് ഈ നോഹയുടെ പെട്ടകം. എന്നാൽ അവിടുന്ന് നോഹയ്ക്ക് പെട്ടെന്നൊരു താല്പര്യമുണ്ടായി. നമുക്കിപ്പോഴേ കിളിവാതിൽ തുറന്നിട്ട് അവിടുന്ന് ഒരു പക്ഷി അയക്കാം. എന്തോ പക്ഷിയുടെ പേരെന്തുവാണ് എല്ലാവർക്കും അറിയാവോ? മലങ്കാക്ക എന്ന് പറയുന്നതായ പക്ഷിയെ പിടിച്ചിട്ട് ഇവിടെ അബ്രഹാം എന്തുവാണ് എൻ്റെ ചിന്തയിൽ ഒന്ന് താലോടിയൊക്കെ കാണും. കാക്ക ഇഞ്ഞു വാ എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് തൻ്റെ കയ്യിലൊക്കെ ഇരുത്തിയിട്ട്, നമ്മൾ ചിലപ്പോൾ പക്ഷികളെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് തത്തയുണ്ടായിരുന്നു, കയ്യിലൊക്കെ ഇങ്ങനെ വെക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ മലങ്കാക്കയോട് പറഞ്ഞു, എടുത്തിട്ട് ഈ അബ്രഹാം ഒന്ന് തലയൊക്കെ ഓടിക്കാണും. എന്നിട്ട് എന്തുവാണ് ആ ചിറകലൊക്കെ ഒന്ന് തൊട്ടിട്ട് എന്തുവാണ് പറഞ്ഞു കാണും, നീ പോയിട്ട് എന്തുവാണ് വെള്ളം താണോ എന്നൊക്കെ അറിഞ്ഞിട്ട് വരാനെന്നൊക്കെ പറഞ്ഞ് എന്തുവാണ് ഹല്ലേലൂയ ആശാനെ അയച്ചു. എന്നാൽ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, മലങ്കാക്ക ഒരിക്കലും തിരിച്ചു വന്നായിട്ട് നമ്മൾ കാണുന്നില്ല. കാര്യം അവിടെ സുരക്ഷിതമായിട്ട് ആ പെട്ടകത്തിൽ താമസിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഹല്ലേലൂയ. അവന് വാസ്തവത്തിൽ എന്തുവാണ് ഹല്ലേലൂയ വളരെ ഹല്ലേലൂയ അവിടെയുള്ള മൃഗാദി പക്ഷികളും അതുപോലെ മൃഗങ്ങളും മനുഷ്യനും എല്ലാം ഹല്ലേലൂയ ചത്തൊടുങ്ങിയപ്പോൾ എന്തുവാണ് അവൻ സുരക്ഷിതമായിട്ട് ആ പെട്ടകത്തിൽ താമസിച്ചവനായിരുന്നു. എന്നാൽ അബ്രഹാം അവനെ വിട്ടു കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചു വന്നായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതിലെ കാര്യം എന്താ തിരിച്ചു വരായിരുന്നത്? അവിടെ ചെന്നപ്പോൾ ഈ ലോത്ത് കണ്ടതുപോലെ ചില പച്ചയൊക്കെ നീരോട്ടമൊക്കെ കണ്ട് താനിപ്പം തീരുമാനിച്ചു അങ്കലിനെ വിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചതുപോലെ തന്നെ ഇപ്പോൾ മലങ്കാക്ക എന്തുവാണ് ചത്തളിഞ്ഞു കിടക്കുന്ന ശവങ്ങളൊക്കെ കണ്ട് അത്തലൊക്കെ ഇരുന്ന് കുത്തിപ്പറിക്കുവാനൊക്കെ തുടങ്ങിയപ്പോഴേ വളരെ സുഖം തോന്നി. ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ഇതൊക്കെ മതിയെന്ന് ചിന്തിച്ച് മലങ്കാക്ക എന്തുവാണ് ആ കിട്ടിയതൊക്കെ കൊത്തിപ്പറിച്ച് എന്തുവാണ് അവിടെ എന്തുവാണ് കഴിഞ്ഞുകൂടാൻ ഇടയായി. അതുകൊണ്ടാണ് മലങ്കാക്ക തിരിച്ചു പോകാതെ. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകും. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 10 കുഷ്ഠരോഗികളെ കുറിച്ചുള്ളതായ ഒരു ചരിത്രം തന്നെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ കുഷ്ഠരോഗികൾ അന്നത്തെ കാലത്ത് അടുത്തുപോലും വരത്തില്ല, ആരെയും തൊടത്തില്ല. എന്നാൽ മാറി നിന്നുകൊണ്ട് യേശു അത് എഴുന്ന് വായിച്ചാട്ടെ അതിന്റെ 17-ന്റെ 11 മുതലുള്ള വാക്യങ്ങളെ. യെസ്, ലൂക്കോസ് 17-ന്റെ 11.
അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ Yeah. ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ Yeah. ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്ന് പറഞ്ഞു. Yes. പോകയിൽ തന്നെ അവർ ശുദ്ധിയായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി അവിടെ പറഞ്ഞു. നമുക്ക് കാണുവാൻ സാധിക്കുക 10 കുഷ്ഠരോഗികൾ അപ്പോൾ യേശുവിനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവരെ ദൂരെ നിന്ന് വിളിക്കുകയാണ്, യേശുവേ ദാവീദിന്റെ പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഒരു സൗഖ്യത്തിന് വേണ്ടി. എന്നാൽ അവരെ അവിടെ കാണുവാൻ സാധിക്കുന്നത് യേശു അവരെ സൗഖ്യമാക്കി. യേശു തൊട്ടില്ല, ഒന്നും പറഞ്ഞില്ല. യേശു എന്തുവാണ് അവരെ സൗഖ്യമാക്കി. എന്നിട്ട് ഒരു കാര്യം മാത്രം യേശു പറഞ്ഞു, നീ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കുക എന്ന് പറയുന്നതായ ഒരു ഭാഗം നമ്മളോട് വായിക്കുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു നോക്കിയപ്പോൾ ഒരാൾ മാത്രമേ എന്തുവാണ് തിരിച്ചു വന്നുള്ളൂ. യേശുവിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞുള്ളൂ. അപ്പോൾ യേശു തന്നെ ചോദിക്കുന്നത്, വേർ ആർ ദ 9? മറ്റ് 9 പേര് എവിടെയെന്ന് ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ കാര്യം 9 പേരും എന്തുവാണ് കർത്താവ് കൊടുത്തതായ ആ സൗഖ്യത്തെ മറന്നുപോയി. കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്തായ നന്മയെ അവർ മറന്നുപോയി. കർത്താവ് അവരുടെ ജീവിതത്തിൽ ചെയ്തായ അത്ഭുതത്തെ അവർ മറന്നുപോയി. ഹല്ലേലൂയ. ഒരു കുഷ്ഠരോഗി അന്നത്തെ കാലത്ത് സൗഖ്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു അത്ഭുതം തന്നെയാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യരെ അടുപ്പിക്കത്തില്ല, ഒരിടത്തും അവർക്ക് പോകുവാനൊക്കത്തില്ല. എപ്പോഴും എന്തുവാണ് അവരെ വഴിയിലായിരിക്കുമ്പോൾ തന്നെ കുഷ്ഠരോഗം എന്ന് അവർ വിളിച്ചു പറഞ്ഞ്, കുഷ്ഠരോഗി വരുന്നുവെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ്, കുഷ്ഠമെന്ന് വിളിച്ചു പറയുമ്പോൾ ആളുകൾ മാറിക്കൊടുക്കും. അങ്ങനെ ജീവിച്ചതായ ഈ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തുവാണ് ദൈവം കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. എന്നാൽ അവർ 9 പേരെന്തുവാണ് ദൈവം ചെയ്തായ ആ അത്ഭുതത്തെ മറന്നു. ഒരുത്ത മാത്രം എന്തുവാണ് തിരിച്ചു വന്ന് നന്ദി പറയുന്നത്. ആ 9 പേരെ കുറിച്ച് പഠിക്കുമ്പോഴെന്തുവാണ് അവർ സ്വജാതിക്കാരായിരുന്നു, അല്ലെങ്കിൽ യഹൂദന്മാരായിരുന്നു കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ തിരിച്ചു വന്നവൻ ആരാ? ഹല്ലേലൂയ. അവന് സ്വജാതി അല്ല, വിജാതീയനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ കർത്താവ് എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിലെ നന്മകൾ ചെയ്തിരിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മളെ കർത്താവ് എത്രയോ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ചെയ്തായ നന്മകളെ നമ്മൾ ഒരിക്കലും മറക്കല്ലേ. ഈ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ഇന്ന് വൽക്കാലം നമ്മളിവിടെ ആയിരിക്കുന്നു. നമ്മളിവിടെ കടന്നു വന്നത് നമ്മൾ ആരെയും കാണിക്കാനല്ല. നമ്മൾ കടന്നു വന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ എന്നെ നിന്നെ നടത്തിയ കർത്താവിന് നന്ദി പറയാനാണ്. അവൻ്റെ കാൽപാദത്തിൽ ഒന്ന് വീണ്, കർത്താവേ ഹല്ലേലൂയ, എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി, എൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചതിന് നന്ദി, എനിക്കന്ന് ജോലിക്കായി നന്ദി, എനിക്കന്ന് കൃപയ്ക്കായി നന്ദി, എന്നെ നടത്തിയ അങ്ങയുടെ വഴികൾക്കായി നന്ദി കർത്താവേ, എന്നെ സൗഖ്യമാക്കിയ അങ്ങയുടെ വിധത്തിനായി നന്ദി എന്ന് പറഞ്ഞ് അവന്റെ കാൽപാദത്തിൽ വീട് ഹല്ലേലൂയ നമസ്കരിക്കുന്നതാണ്, അല്ലെങ്കിൽ ആരാധിക്കുന്നതാണ് ഹല്ലേലൂയ നന്ദി എന്ന് പറയുന്നത്.